പ്രോജക്റ്റ് ഉണ്ട് അതില്. അപ്പൊ ഞങ്ങൾക്ക് അത് കാണണം, പിന്നെ ടീച്ചേഴ്സിനെ കാണണം അല്ലേ മോളെ? പറയ് ടീച്ചറെ കാണാനാ, പഠനോത്സവം കാണാനാ. അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റാണ് ഞങ്ങളുടെ സ്കൂളിലേക്കുള്ളത്. അതെ, അർത്തിങ്കൽ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള പള്ളിയുടെ തന്നെ സ്കൂളായ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എയ്ഡൻ പഠിക്കുന്നത്. ഇപ്പോൾ എയ്ഡൻ ഇപ്പോൾ 5th സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് തന്നെ LP UPയുടെ പഠനോത്സവമാണ് അവിടെ നടക്കുന്നത്. ഞാനും പഠിച്ച സ്കൂളാണ് ഇവിടെ. ഞാൻ +1 +2 ഇവിടെയാണ് പഠിച്ചത്. സോ ബാക്ക് ടു ഗുഡ് ഓൾഡ് മെമ്മറീസിലേക്കാണ് വീണ്ടും കടക്കുന്നത്. 20 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത് പോലും. അപ്പം നമുക്ക് പ്രോഗ്രാംസിൻ്റെ അങ്ങോട്ട് പോയാലോ? അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ ഏരിയയിലേക്ക് കടന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആശംസാ പ്രസംഗവും ഇനാഗ്രേഷനും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എയ്ഡിൻ്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിള്ളേർ എക്സ്പെരിമെൻറ്റ്സ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ കുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളും അവിടെ ഒരു സീറ്റ് ഉറപ്പിച്ചു. അതിനുശേഷം പിള്ളേരുടെ ഓരോ കലാപരിപാടികളാണ് തുടങ്ങിയത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുട്ടിയുടെ പാട്ടായിരുന്നു. I am Alapura. Known as Venice of the East, it is a major center of the coir industry. Smallest district in Kerala, famous Nehru Trophy boat race takes in this district. രൂപങ്ങൾ പലവിധമുണ്ടേ, അതിലൊരു രൂപം സ്തംഭമിതല്ലോ. പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ക്ലാസ് റൂം ഒന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഇതാണ് എൻ്റെ ക്ലാസ് റൂം 12D. ഇവിടെയാണ് ഞാൻ +2 പഠിച്ചത്. ക്ലാസ് റൂമും ഡെസ്കും ബെഞ്ചിൻ്റെ പൊസിഷനൊന്നും ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെയുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ തന്നെയാണ്. ഇനി ഞങ്ങളുടെ ചാപ്പലുണ്ട്, അങ്ങേറ്റത്താണ് ഞങ്ങളുടെ ചാപ്പൽ. Make me a channel of your peace.
Weather is hatred, let me bring you love. ബിജുകുമാർ സാർ പഠിപ്പിച്ചെന്ന ഈ ഒരു പ്രെയർ സോങ് എന്നും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ക്ലാസ് റൂമും കണ്ട്, പ്രോഗ്രാം മൊത്തം കണ്ടില്ല, കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. സോ ബൈ.